പ്രിയപ്പെട്ട ഹോമോസാപ്പിയൻസിന് എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ സ്ട്രെങ്ത് ഫേസിൻ്റെ ലെഗാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 3 ഇമ്പോർട്ടൻ്റ് എക്സസൈസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോഡിയിൽ ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ടെക്സ്റ്റായിട്ട് ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാർബൽ സ്ക്വാട്ടാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാർബൽ സ്ക്വാട്ടിൽ ഗ്ലൂട്ട്സ്, ക്വാഡ്സ്, ഹാംസ്ട്രിങ് ഈ 3 പാർട്ടാണ് നമുക്ക് മെയിനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. 5-ലധികം റെപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കും ഞാൻ ഫസ്റ്റ് സെറ്റിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ രണ്ടാമത്തെ സെറ്റിൽ ഒരു മോഡറേറ്റ്, ഒരു 5-ലധികം റെപ്പിറ്റേഷൻ പോകുന്ന പോലെ എന്തെങ്കിലും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ആയിരിക്കും ഞാൻ ബാർബൽ സ്ക്വാട്ടിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെഗ് എക്സ്റ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ക്വാഡ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലും 2 സെറ്റ് തന്നെ. ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കും നമ്മൾ ആ മെഷീനിൽ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് വെയിറ്റ് ആയിരിക്കും. പിന്നെ ലെഗ് കേൾ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് ആ ലെഗ് എക്സ്റ്റൻഷൻ ആ സെയിം മെഷീനിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെഷീൻ ഉണ്ടാവും. ചില ജിമ്മിൽ വേറൊരു മെഷീൻ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അതേ സെയിം മെഷീനിൽ തന്നെ നമുക്ക് ലെഗ് കേൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഹാംസ്ട്രിങ്ങിനായിരിക്കും. ഹാംസ്ട്രിങ് എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുന്നേ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ തൈസിൻ്റെ ബാക്കിലുള്ള മസിൽസ്. ഓക്കെ, പിന്നെ ലാസ്റ്റത്താണ് കാഫ് മസിൽസ്. കാഫ് മസിൽസിന് നമ്മൾ കാഫ് റേസസ് ചെയ്യാം. ഓക്കെ, അത് ടിൽ ഫെയിലിയർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്ര ചെയ്യാം. ഒരു 4 സെറ്റൊക്കെ ചെയ്യാം. അതിൽ ഫസ്റ്റ് സെറ്റ് ടിൽ ഫെയിലിയർ വരെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇനി ജിമ്മിൽ വെച്ച് കാണാം. ആദ്യത്തെ സെറ്റ് ഇച്ചിരി ചാലഞ്ചിങ് വെയിറ്റ് ആണ്. ഇപ്പോൾ എനിക്ക് നിലവിലിപ്പോൾ ചാലഞ്ചിങ് ആയിട്ടുള്ളത് 110 കിലോ ആണ്. ഇതാണ് നമ്മുടെ ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ക്വാഡ്സ് മസിൽസിനായിരിക്കും. ഇത് 2 സെറ്റ് ആയിരിക്കും ഞാൻ അടിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ സെറ്റ് ഒരു ചാലഞ്ചിങ് വെയിറ്റ് ആണ്. അതായത് എൻ്റെ കേസിൽ ഇപ്പോൾ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ഇത് മൊത്തത്തിലുള്ള ഫുൾ വെയിറ്റ് ആയിരിക്കും ഞാൻ അടിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ സെറ്റിൽ ഒരു മോഡറേറ്റ് വെയിറ്റ് ആയിരിക്കും. നല്ല സുഖമാണ് സാറേ, ഒരു രക്ഷയില്ല, പൊളി സാധനം. ഞാനൊരു 30 കിലോ കുറച്ചിട്ടുണ്ട് ഇതിൽ. എന്നിട്ട് ഇത് നമ്മൾ ഫെയിലിയർ വരെ ആയിരിക്കും അടിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സെറ്റ്.
അപ്പോൾ അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന മസിൽ ഗ്രൂപ്പാണ് ഹാംസ്ട്രിങ്സ്, അതായത് നമ്മുടെ തൈസിൻ്റെ ബാക്കിലുള്ള മസിൽസ്. കാഫ് റേസിൻ്റെ മെഷീൻ. അപ്പോൾ ഈ കാഫ് റേസിൽ നമ്മളിങ്ങനെ ഇരിക്കുക, എന്നിട്ട് സ്ലോ ആയിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള രണ്ടാമത്തെ ഹൃദയമാണ് കാഫ് മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കാഫ് മസിൽസ് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രെയിൻ ചെയ്യണം. ഓക്കെ, ഈ നമ്മുടെ രക്തയോട്ടമൊക്കെ മുകളിലോട്ട് വരണമെങ്കിൽ നമ്മുടെ കാഫ് മസിൽസ് നല്ല സ്ട്രോങ് ആയാലേ നമ്മുടെ രക്തയോട്ടമൊക്കെ മുകളിലോട്ട് ക്ലിയർ ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മുടെ കാഫ് മസിൽസ് വീക്കാണെങ്കിൽ രക്തയോട്ടം നമ്മുടെ ഹൃദയത്തിലോട്ട് വരില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതിൽ എന്ത് പറ്റും, നമ്മുടെ ഇവിടെ കാലിലൊക്കെ നീര് കെട്ട് വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ കാഫ് മസിൽസിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മസിലാണ് കാഫ് മസിൽസ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സീറ്റഡ് കാഫ് റേസ് ആണ്. ഇതൊരു 20-20 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ടിൽ ഫെയിലിയർ വരെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര ഞാൻ ചെയ്യും. ഇതിൽ സെറ്റൊന്നുമില്ല, എത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതാണ് ഫെയിലിയർ. ഓക്കെ, വെറുതെ അല്ല ഞാൻ പൊക്കുന്നത്, മുകളിലോട്ട് ഒരു പുഷ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊക്കിയിട്ട് പിന്നെയും മുകളിലോട്ട് ഒരു പുഷ് കൊടുക്കുക. ഓക്കെ, എന്നാലും നമുക്ക് ആ ഒരു മാക്സിമം കോൺട്രാക്ഷൻ കിട്ടും. ലെഗ്സ് എന്ന് പറയുന്ന ആ ഒരു മസിൽ ഗ്രൂപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പാണ്. ആഴ്ചയിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ചെയ്താലും അത്രയും ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് ചെയ്യുക ലെഗ് മസിൽസ്. കാരണം ലെഗ് മസിൽസിൻ്റെ മസിൽ ഫൈബേഴ്സ് കൂടുതലും എൻഡുറൻസിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ് നമ്മുടെ ലെഗ് മസിൽസ്. അപ്പോൾ അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ലെഗ് മസിൽസ്. ഓക്കെ, ഭയങ്കര കുറേ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഫാമിലിക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഹാപ്പി ആയിരിക്കുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്.